കനത്ത മഴയായിരുന്നു ഇന്നലെ കൊച്ചിയിലുണ്ടായത്. മേഘവിസ്ഫോടനം എന്നാണ് കുസാറ്റ് ഉൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. ഈ റോഡൊക്കെ വെള്ളത്തിനടിയിലായിരുന്നു. മഴയൊഴിഞ്ഞെങ്കിലും ഇന്നലെ ശക്തമായ മഴ പെയ്ത കളമശ്ശേരി മൂലേപ്പാടം മേഖല ഉൾപ്പെടെയുള്ള നിവാസികൾക്ക് ദുരിതമൊഴിയുന്നില്ല. പല വീടുകളിലും ചെളിയാണ്. കോരിക്കളഞ്ഞാലും അടുത്ത മഴ വീണ്ടും ചെളി നിറയ്ക്കുമോ എന്നാണ് ആശങ്ക. ഇപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ അടുത്തത് മൂടിക്കെട്ടി നിൽക്കണമല്ലോ. ഇനിയും പേടിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഈ കുഞ്ഞുങ്ങളെ ആയിട്ട് ഈ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിഞ്ഞ് എല്ലാം നഷ്ടത്തിലാണ്. എല്ലാ കൊല്ലവും ഇത് തന്നെ ഞങ്ങൾ കഷ്ടപ്പാട്. പല വീടുകളിലെയും മതിലുകൾ ഇടിഞ്ഞു വീണ നിലയിലാണ്. ഇന്നലെ മേഘവിസ്ഫോടനമാണ് കളമശ്ശേരി മേഖലയിലെ കനത്ത മഴയ്ക്ക് കാരണമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. 2.5 മണിക്കൂറിൽ 150 മില്ലിമീറ്റർ മഴയാണ് ഇന്നലെ പെയ്തത്. മല വരുന്ന പോലെയാന്ന് ഇങ്ങനെ ഓരോ വാഹനം പോകുമ്പോഴേ ഈ ഗേറ്റിൻ്റെ ഉള്ളിലോട്ട് ഈ പൊട്ടിയ മതിലിൻ്റെ ഇതിൽ ഇങ്ങനെ ഒഴുകിപ്പോയത് ഫുൾ ശക്തിയിൽ. പിന്നെ ഈ രണ്ട് സൈഡിൽ പോയിട്ട് പിറകിൽ അവിടെ കെട്ടിക്കിടന്നു. വൈകിട്ട് വരെ ഉണ്ടായിരുന്നു വെള്ളം അവിടെ. അതേസമയം പെട്ടെന്ന് കയറിയ വെള്ളം അതിവേഗം ഇറങ്ങുകയും ചെയ്തെന്ന പ്രത്യേകതയുമുണ്ട്. ഒരു വലിയ മഴ പെയ്തപ്പോൾ തന്നെ മുട്ടറ്റം വെള്ളത്തിൽ മുങ്ങിയ ഇടപ്പള്ളി ടോൾ ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആശ്വാസകരമായ കാര്യമെന്ന് പറയുന്നത് ഇത്ര നേരം നല്ല ഒരു തെളിവുണ്ടായിരുന്നു. ജില്ലയിൽ ഒരിടത്തും ഉച്ചവരെ മഴ പെയ്തിട്ടില്ല. അന്തരീക്ഷം മൂടിയും തെളിഞ്ഞും മാറി മാറി നിൽക്കുന്നു. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കനത്ത മഴയാണ് എറണാകുളം ജില്ലയിൽ പ്രതീക്ഷിക്കുന്നത്. മഴ പെയ്താൽ ഏത് നിമിഷവും വെള്ളക്കെട്ടും ഗതാഗതക്കുരുക്കും കൊച്ചിയിൽ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് മഴക്കാലം കഴിയും വരെ കൊച്ചിക്കാർക്ക് ഉറക്കമില്ലാത്ത രാവുകൾ തന്നെയാണ്. എസ് രാഗിനും വിജേഷ് പുതുവാശ്ശേരിക്കുമൊപ്പം പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.